ഒരു വാക്യം വായിക്കാം. अभिषेक की ओर आना चाहूंगा, हम एक वाक्य पढ़ेंगे. 1 കൊരിന്ത്യർ ലേഖനം 14 अध्याയം അതിന്റെ 12 വാക്യം. पहला कोरिन्थी 14 अध्याय उसका 12वां वाक्य. इसलिए तुम भी जब आत्मिक मर्दानों की धूप में हो तो ऐसा प्रयत्न करो कि तुम्हारे मर्दानों की उन्नति से कलीसिया की उन्नति हो. പ്രൈസ് ലോർഡ്. അപ്പോൾ നിങ്ങൾ ആത്മിക വരങ്ങളെ കുറിച്ച് വാഞ്ചിയുള്ളവരാകിയാൽ സഭയുടെ ആത്മിക വർധനയ്ക്കായി സഫലന്മാരാകാൻ ശ്രമിക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് കൊരിന്ത സഭയിലായിരുന്നു എന്ന് നമുക്കറിയാം. और प्रेरित पौलुस अपनी सेवकाई की एक मुख्य भाग जो है कोरिन्थ की कलीसिया में उन्होंने बिताया है. നമുക്കറിയാം വളരെ 1.5 വർഷത്തോളം താൻ ഒരു പട്ടണത്തിൽ താൻ കേന്ദ്ര ഫോക്കസ് ചെയ്യുകയും അവിടെ വളരെ മഹത്വപൂർണമായ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുകയും ചെയ്തു. ഈ സഭയുടെ പ്രത്യേകത നമുക്കറിയാം. और इस कलीसिया की खासियत को हम जानते हैं. ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത ഒരു സഭയായിരുന്നു. और ये बताते कि उस कलीसिया में भी किसी भी प्रकार की वरदानों की कमी नहीं थी. പ്രൈസ് കൃപാവരങ്ങൾക്ക് ഒരു കുറവില്ലെങ്കിലും ഫലങ്ങളിൽ വളരെ കുറവുള്ള ഒരു സഭയായിരുന്നു. और जो है वरदानों में कोई कमी नहीं है तो भी फलों में जो है कमी थे. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഫലം കായ്ക്കാൻ കർത്താവ് നമ്മോട് പറയുന്നത് ഒരു ആത്മീക വർധനവിനാണ്. और यहाँ पर फलवंत होने के लिए जो परमेश्वर जो हमें बताते हैं एक हमारी एक आत्मिक बढ़ोतरी के लिए है. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിൽ ഒരു വിശ്വാസിയെ ഒരു ചെടിക്ക് സമാനമായി ഉപമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ചെടി, അത് സ്തോത്രം, ഒരു വ്യക്തി നടുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം അത് വളരുക എന്ന് മാത്രമല്ല, അത് വളർച്ചയിലൂടെ ഫലം തരിക എന്നുള്ളത് കൂടിയാണ്. और व्यक्ति पौधा जो लगाना उसका पीछे का लक्ष्य केवल वो बड़ा होना नहीं बल्कि वो बढ़कर जो है फलवंत भी होना है. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവമായ കർത്താവ് നമ്മെ പ്രൈസ് ദി ലോർഡ് ഈ സ്ഥലത്താക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനാണ്. और उसी प्रकार स्वर्गीय परमेश्वर हमें इस क्षेत्र में यहाँ पर इसके लिए लगाया गया कि ताकि हम यहाँ पर फलवंत हो पाए. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന് ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയവർ വരെ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ചൊരു വലിയ അംബീഷൻ. കൊരിന്ത് സഭയിലുള്ളവർ കൃപാവരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ഫലങ്ങളിൽ അകന്നു പോവുകയും ചെയ്യുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾക്ക് സ്തോത്രം ഒരു ചിറകു മാത്രം പോരാ, നമുക്ക് ഫലങ്ങൾ നിറഞ്ഞേ മതിയാകും. और जो कोरिन्थियों की कलीसिया के विश्वासी गण इस प्रकार जो है केवल वरदानों पर जो है ध्यान लगाते हुए परमेश्वर की फल से जब दूर हटते समय उनसे बता दें कि केवल आपको एक पंग नहीं बल्कि हमें हर प्रकार के रीति से आशीषित होना है. परमेश्वर की वरदान साथ ही साथ परमेश्वर की फल को भी अपने जीवन में प्राप्त करना है. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയുടെ രണ്ട് ചിറകുകളാണ് പ്രൈസ് ദി ലോർഡ് കൃപാവരവും പ്രൈസ് ദി ലോർഡ് ആത്മീക ഫലവും. और एक विश्वासी की दो पंग है, एक जो है परमेश्वर की वरदान और दूसरा परमेश्वर के ओर से प्राप्त होने वाले फल. പ്രൈസ് ദി ലോർഡ്. വിഷയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. और विषय की ओर हम लौट कर आना चाहेंगे. എന്തുകൊണ്ടാകാം പൗലോസ് ഫലം കായ്ക്കണമെന്ന് സ്തോത്രം ആവശ്യപ്പെടുന്നത്? ऐसा क्यों है कि पौलुस हम फलवंत होना है करके बताया गया है. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 15:16 വായിച്ചാൽ. यूहन्ना की सुसमाचार 15 अध्याय उसका 16वां वाक्य हम पढ़ेंगे. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. और यहाँ पर ये बताया कि तुमने मुझे नहीं चुना बल्कि मैंने तुम्हें चुना है, इसलिए चुना कि ताकि तुम जाकर फलवंत हो. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു ചെറിയ ചോദ്യം മതി. എന്തിന് ഞാൻ ഫലം കായ്ക്കണമെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമാണ്, അതിനായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. और तुम्हारे जीवन में इस प्रकार की सवाल उठेगी हम क्यों फलवंत होना है, तो उसका जवाब ये है कि जो है परमेश्वर इसी लक्ष्य के द्वारा हमें चुनाएगी ताकि हम फलवंत हो पाए. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ എഫെസോസ് സഭയോട് പറയുന്നത് എന്തെന്നറിയാമോ? ഈ ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. लेकिन पौलुस एफेसों की कलीसिया को बता दे कि संसार को जगत को नींव डालने से पहले प्रभु ने हमें चुन लिया. Praise the Lord. Before he laid the foundation of the world, I have chosen you. और जो परमेश्वर इस जगत की नींव रचने से पहले मुझे और तुम्हें प्रभु ने चुन चुका है. Praise the Lord. ഈ ലോകം ഉണ്ടാകുന്നതിനു മുന്നമേ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഫലം കായ്ക്കണമെന്ന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. और इस संसार होने से पहले नहीं तो इस ब्रह्मांड की सृष्टि होने से पहले परमेश्वर को मेरे और तुम्हारे बारे में इस प्रकार एक लक्ष्य था कि हम फलवंत होना है. Praise the Lord. ഈ പകലിൽ നാം ഇരിക്കുമ്പോൾ ഫലമില്ലാതെ ഇലമൂടിയ വൃക്ഷമാണെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രൈസ് ദി ലോർഡ് പ്രതികരിക്കുന്നു എന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. अगर आज हम जो इस प्रकार यहाँ पर उपस्थित होते समय अगर हमारे जीवन में हम फलवंत नहीं है तो परमेश्वर की बुलाहट के विपरीत हम जा रहे हैं, ये इसकी सच्चाई है. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോട്
के ध्यान में इस विधि में बढ़ते हैं। Praise the Lord. നിങ്ങൾ എണ്ണത്തിൽ പെരുകിയത് കൊണ്ടല്ല. और आप गिनती में बढ़ने की वजह से नहीं। Praise the Lord. നിങ്ങൾക്ക് എന്തോ praise the Lord യോഗ്യത കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. आपके जीवन में कुछ खास काबिलियत ज्यादा होने की Praise the वजह Lord. से। എന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. और केवल मेरा प्रेम के बदौलत मैंने आपको चुन लिया है। Praise the Lord. ദൈവം നമ്മെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ സാഹിൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ കാരണം ദൈവത്തിന് എല്ലാവരെക്കാളും സാഹിലിനെ ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ടാണ്. और जो संसार जगत की नींव डालने से पहले परमेश्वर हमें चुन लेने का कारण है कि वो हमसे अधिक प्रेम करते हैं। സ്നേഹമുള്ളത് കൊണ്ട് ഈ ലോകത്തിനുണ്ടാകുന്നതിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്തത് വെറുതെ ഇരിക്കാനല്ല, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാനാണ്. अगर जगत की नींव डालने से पहले परमेश्वर ने हमें चुन लिया है तो हम यूं ही बढ़ने के लिए नहीं बल्कि परमेश्वर के लिए फलवंत होने के लिए अपने आप को समर्पित करना है। സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ തെരഞ്ഞെടുപ്പ് മറക്കരുത്. ദൈവത്തിന് ഒരു സ്പെഷ്യൽ ഉദ്ദേശം നമ്മെ കുറിച്ചുണ്ടെന്ന് മറക്കരുത്. परमेश्वर की चुनावट को कभी भूलना नहीं है। परमेश्वर को हमारे जीवन में एक खास लक्ष्य है। Praise the Lord. ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ അല്ല തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാ തിരഞ്ഞെടുത്തത്. और परमेश्वर बड़े साफ रीति से बता दे कि तुमने मुझे नहीं बल्कि मैंने तुम्हें चुना है। Praise the Lord. ഞാൻ ദൈവം എന്നെ തേടിയതല്ല, ഞാൻ കർത്താവിനെ തേടി പിടിച്ചതാണ്. और कुछ लोग ये भी बोलते कि परमेश्वर ने मुझे ढूंढा नहीं बल्कि मैंने परमेश्वर सच्चा Praise the परमेश्वर Lord. വചനം പറയുന്നു, ഒരാൾ യേശു ദൈവമെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിച്ചെങ്കിലേ കഴിയൂ. और परमेश्वर की वचन इस प्रकार बताते कि अगर एक व्यक्ति यीशु कर पुकारना है तो उसके अंदर पवित्र आत्मा की क्रिया होना अनिवार्य है। നമ്മുടെ ട്രെയിനിൽ അടുത്തിരിക്കുന്നവർക്ക് ഒരു ചെറിയ പണിത് കിട്ടിയാൽ അവരോട് സുവിശേഷം പറയാറുണ്ട്. और जो हमारे साथ यात्रा करने वाले ट्रेन में यात्रा करने वाले यात्रियों से जब अगर छोटा सा भी मौका मिल जाए तो हम सुसमाचार बोलते हैं। പക്ഷേ അവരൊന്നും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ എത്തുന്നില്ല. और जो सुसमाचार बांटने के बावजूद जो उद्धार को प्राप्त नहीं करते, मन फिराते नहीं है, उसका कारण है कि वो परमेश्वर की वचन बताते कि पिता के आकर्षण के बिना कोई पुत्र को स्वीकार करेंगे। പലരും പലരെയും തള്ളിക്കളഞ്ഞിടത്താണ് ഇന്ന് പകലിൽ നാം അവന്റെ സന്മുഖത്തായിരിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. और कईयों के जीवन में इस प्रकार की अनुभव करने की मौका होने के बावजूद भी उन्होंने उस अवसर को ठुकराया और उस अवसर और उस मौका हमें ढूंढते हुए हमारे जीवन में हम उसे प्राप्त किया। Praise the Lord. ഒന്നാമത് എന്തിനാണ് ഫലം കായ്ക്കുന്നതെന്ന് ജനനെ ഒരാൾ ചോദിച്ചാൽ പറയണം, എന്നെ അതിനാ കർത്താവ് തിരഞ്ഞെടുത്തത്. प्रभु के लिए आप क्यों फलवंत हो, ये सवाल के सामने आपकी जवाब ये होना है कि उस लक्ष्य से फलवंत होने की लक्ष्य से खुदा ने मुझे चुना है। ഇന്ന് മുതൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആൻസർ നോ ആണെങ്കിൽ हमारी जवाब ना है तो ഇന്ന് പകൽ ഒരു മാനസാന്തരം ആവശ്യമാണ്. आज सवेरे हमें एक मन फिराना जरूरी है। Praise the Lord. ഒന്നുകൊണ്ടും മറ്റൊന്നുകൊണ്ടും അതിനെ മറയ്ക്കാൻ കഴിയത്തില്ല മക്കളെ. और किसी और बातों को लेकर किसी और एक्सक्यूज देकर उसे हम भाग नहीं सकते। Praise the Lord. നമ്മൾ കൃപാവരങ്ങൾ അങ്ങ് ജ്വലിപ്പിക്കുക. और हम वरदानों को इस प्रकार बढ़ाते जा रहे Praise the Lord. ഫലം കാണാനേ പറ്റുന്നില്ല. पर फल को हम ढूंढ ही नहीं पा रहे। Praise the Lord. നമ്മുടെ ഇലകളിലാണ് നമ്മുടെ ഇപ്പോഴത്തെ തൃപ്തി. और आजकल जो केवल हरियाली पत्ते में हम संतुष्टि को प्राप्त कर चुका है। ജോൺസൺ എന്ന് പറയുന്ന ഒരു വടവൃക്ഷമാണ്. और जॉनसन जो है एक बड़ा वृक्ष है। Praise the Lord. അതിൽ എന്തോ ഇലയാണെന്നറിയോ? और उसमें कितना भर के पत्ते हैं। ഡിസ്ട്രിക്ട് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, ലോക്കൽ പാസ്റ്റർ, ബൈബിൾ സ്കൂൾ അധ്യാപകൻ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഒത്തിരി ഡെസിഗ്നേഷൻസ് ആണ്. और जो है जिला की पासवान है, बाइबल स्कूल की टीचर है और इस प्रकार लोकल कलीसिया की पासवान। ഇതെല്ലാം ഇലയാ. और ये सब केवल जो है पत्ता है। പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഇലയാ സഹോദരി, ഇതൊന്നും ഫലമല്ല. और ये सब केवल पत्ता है, इसमें कोई फल नहीं है। പ്രൈസ് ദി ലോർഡ്. അതിൽ ഒരു ഫലമെങ്കിലും പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയാൻ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് ഈ പകലിൽ നമ്മെ നിർബന്ധിക്കില്ല. और इसमें से जो है कम से कम एक फल तो हमारे जीवन से प्रकट होने के लिए पवित्र आत्मा हमें आज प्रेरणा देते हैं। പ്രൈസ് ദി ലോർഡ്. എന്തിന് നമ്മൾ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം? രണ്ടാമത്തെ പോയിന്റ്, और दूसरा पॉइंट, ദൈവം നമ്മിൽ ഫലം തിരയുന്നു എന്നതുകൊണ്ട്. परमेश्वर हमें फल को ढूंढ रहा है इस वजह से। സ്വതന്ത്രം. ലൂക്കോസിന്റെ സുവിശേഷം 13 നിങ്ങൾ എടുക്കേണ്ട വായിക്കേണ്ട ലൂക്കോസിൽ ഒരു പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്. ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം. और एक बड़े सुंदर मनोहर जो है अंगूर की जो है वाटिका है। അതിനകത്ത് വളരെ മനോഹരമായ ഒരു അത്തി. और उसके अंदर एक सुंदर
सुंदर जो है अंजीर की वृक्ष है। Praise the Lord. സ്തോത്രം. എന്ത് ചെയ്യുന്നറിയാമോ? ആലോചിച്ച് നോക്കിയേ. ആ മുന്തിരിത്തോട്ടത്തിൽ praise the Lord എത്ര ആകർഷകമായിട്ടാണ് ആ സ്ഥലം നിൽക്കുന്നത്. അതിന്റെ സാരമെന്ന് ചോദിച്ചാൽ ഇവിടെ മുന്തിരിത്തോട്ടത്തിന്റെ ആ ഒരു മനോഹരത, അതിന്റെ ആ ഒരു അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ആ മുറ്റ നടുക്ക് നിൽക്കുന്ന ആ ഒരു അത്ഭുതമാണ്. और इस जो है अंगूर की वाटिका की सबसे बड़े आकर्षण है कि उसके बीचों बीच खड़े रहने वाले उस जो अंजीर की वृक्ष है। Praise the Lord. എന്നാൽ സ്തോത്രം മാലിക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്തോത്രം കടന്നു വന്നു. और यहाँ पर क्या हुआ कि मालिक जो है 1 साल बीतने के बाद वो आ चुका है। Praise the Lord. പുള്ളി നോക്കിയപ്പോൾ സ്തോത്രം ഈ പടർന്നു നിൽക്കുന്ന ഇല കണ്ടപ്പോൾ പുള്ളിക്ക് സംതൃപ്തി തോന്നിയില്ല. और जब उन्होंने जब देखा यहाँ पर पूरा फैला हुआ इस हरियाली पत्ते को देखते समय उनके अंदर कोई संतुष्टि नहीं हुआ। പുള്ളിക്കാരൻ ഒരു തോട്ടിയെടുത്ത് ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കി ഇതിനകത്ത് വല്ലൊരു കുരുവെങ്കിലും ഉണ്ടോ. और एक बार जो इसे हटा कर देखा, पत्ते को हटाते हुए देखा कि क्या इसमें कम से कम एक बीज तो है कि नहीं, एक फल तो है कि नहीं। Praise the Lord. കുറെ നേരം കഴിഞ്ഞപ്പോൾ മാലിയോട് ചോദിച്ചു, Praise the Lord, ഇതെന്താ കായ്ക്കാത്തെ? और कुछ समय बीतने के बाद माली से सवाल किया कि इसमें फल क्यों नहीं है। Praise the Lord. സ്തോത്രം പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. और उनका जवाब ये था कि जो कुछ करना था फलवंत होने के लिए सब कुछ मैंने कर चुका। സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, വളമിടുന്നുണ്ട്. Praise the Lord. അതിന്റെ ചുറ്റും ഞാൻ തടവെടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല ഇതെന്തുവാ ഫലം. समय समय के हिसाब से उसे पानी डालते, उसे खाना डालते और उसे जो कुछ जो है देना है बढ़ने के लिए सब कुछ मैं कर चुका हूं, पर मैं अनजान हूं कि ये फलवंत क्यों नहीं। മാലിക്ക് കൂടുതൽ അഫ്സോസ്, മാലിക്ക് ദേഷ്യം വന്നു. और जो है मालिक जो है सुनकर और भी अफसोस हुआ और उसे गुस्सा आने लगा। എന്റെ വാട്ടർ ടാങ്കിലെ വെള്ളം തീർത്തു. और मेरा जो है पानी का टाकी का पानी खत्म कर दिया है। എന്റെ ഖാദ്, അതായത് വളം, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ച വളം തീർത്തു, പൈസ തീർത്തു. और मैं जो बाजार से जो खाद खरीदा था वो भी खत्म कर चुका है। Praise the Lord. ഇതിന് തടവെടുക്കാൻ കൂലിക്കാരനെ നിർത്തി അവിടെ പൈസ കളഞ്ഞു. और उसे सही रीति से जो है जमीन को रोक कर जो लगाना था वो सब कर चुका है। മാലിക്ക് ഒരു അല്പം സ്ട്രിക്റ്റ്. മാലിക്ക് പറഞ്ഞു കട്ട് ചെയ്താൽ കളഞ്ഞേക്കാം. और ये मालिक थोड़ा जो है व्यक्ति है, स्ट्रिक्ट व्यक्ति, उन्होंने बोला कि अब इसे ज्यादा रखकर कोई मतलब नहीं, इसे काट कर फेंक दो। Praise the Lord. എന്നാൽ മാലി അത് ചെയ്യാൻ തയ്യാറല്ല. पर जो उसकी सुरक्षा करने वाले, उसकी देखभाल करने वाले माली वो करने के लिए तैयार नहीं। Praise the Lord. മാലി പറഞ്ഞില്ല, മാലിക് Praise the Lord, ഒരു അവസരം കൂടെ അതിനൊന്ന് കൊടുത്തു നോക്കാം. और उस सेवक ने तो माली ने जो अपने मालिक से बताया कि मालिक ऐसा नहीं, आप एक और मौका इसे देना। Praise the Lord. മേലാൽ കായ്ച്ചെങ്കിലോ, और हो सकता है कि वो आगे जाकर फलवंत हो जाए। Praise the Lord. ഈ 2026 8ാം മാസത്തിലും ഞാനും നിങ്ങളും ഈ ഭൂപരപ്പിലുണ്ടെങ്കിൽ അത് മാലി നമുക്ക് വേണ്ടി ഒരു അവസരം തന്നത് കൊണ്ടാണെന്ന് മറന്നു പോകരുത്. 2026 के जो है 8वें महीने में भी अगर मैं और तुम इस संसार में जगत में आज भी जीवित है तो इतना ही समझना है कि जो है माली ने हमें एक और अवसर दिया है। Hallelujah. Praise the Lord. ആ മാലി മറ്റാരുമല്ല. और वो माली कोई और नहीं है। Praise the Lord. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ മനുഷ്യനായ യേശു. और प्रेरित पौलुस इस प्रकार बताते कि जो है परमेश्वर और मनुष्य के बीच में केवल एकमात्र मध्यस्थक है, वो प्रभु यीशु मसीह है। हालेलुया। Hallelujah. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord. ഈ പകലിലും കർത്താവ് നമ്മിൽ ഫലം തിരയുന്നു എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. आज सवेरे भी परमेश्वर हमारे अंदर हमें फल को ढूंढ रहा है, इस बात हमें Praise the Lord. ദൈവം ചോദിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ എന്ത് കൃപാവരം ജ്വലിപ്പിക്കുന്നതല്ല, ഏത് ഫലമാണ് നമ്മിൽ നിന്നുള്ളതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. परमेश्वर हमसे ये सवाल नहीं करते कि हम किस वरदानों की आकांक्षी है, नहीं तो किस वरदानों को हम इस्तेमाल कर रहे हैं, बल्कि परमेश्वर की सवाल है कि आपके जीवन में किस फल है। Praise God. Praise the Lord. Praise the Lord. ഇന്ന് പകലിൽ ഏത് ഫലമാ നമ്മിൽ കർത്താവ് കാണുന്നത്? और आज सवेरे प्रभु हमारे अंदर किस प्रकार के कौन से फल को वो ढूंढ पा रहे हैं। ഒരു ഫലം പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന് സ്തോത്രം വരേണ്ടിയിരിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് ദൈവത്തിന് സ്വന്തം ഫലം കായ്ക്കാനുള്ള ഒരു ആത്മസമർപ്പണമാണ്. अगर आज भी हम फलवंत ना होते हुए सूखा हुआ अवस्था में है तो पवित्र आत्मा इस प्रकार हमें प्रेरणा देते कि जो है ये समय उसके लिए कि हम परमेश्वर के लिए फलवंत हो पाए। Praise God. Praise the Lord. Praise the Lord. ഇന്ന് മുതൽ എത്ര പേര് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു? आज सवेरे कितने लोग परमेश्वर के लिए फलवंत होने के लिए चाहते हैं। Praise the Lord. എന്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം. और किस वजह से हमें फलवंत होना है, एक और पॉइंट बताना चाहिए। ഇവിടെ വായിക്കുന്നു, ആത്മീക വർദ്ധനവിന് വേണ്ടി ഫലം കായ്ക്കണം. और जो पढ़ा हुआ वाक्य नंबर देखिए, आत्मिक बढ़ोतरी के लिए हमें फलवंत होना है। Praise അവിടെ നിർത്തിയാണ്. എങ്ങനെ നമുക്ക് ഫലം കായ്ക്കാൻ പറ്റും? और वहां पर समाप्त करना चाहूंगा, किस प्रकार हम फलवंत हो पाएंगे സ്വതന്ത്രം. Please tell me that how നമുക്ക് എങ്ങനെ ഫലം കായ്ക്കാൻ പറ്റും? और किस रीति से हम फलवंत हो पाएंगे। സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. Praise the Lord. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ, സ്തോത്രം, എന്താ വായിക്കുന്നത്? Praise the Lord. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ. Hallelujah. Praise the Lord.
സ്വതം ഞാൻ അടുത്തൊരു പോയിന്റ് പറയാം. और जब तक वो दाखलता जो है डाली में ना हो तब तक वो फलवंत हो नहीं पाएंगे. Praise the Lord. സ്തോത്രം. ബൈബിൾ വായിക്കുന്നു. Praise യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. और जो परमेश्वर वचन में इस प्रकार पढ़ते हैं कि जो है परमेश्वर की व्यवस्थाओं में आनंद रखने वाले और परमेश्वर की व्यवस्थाओं को दिन रात पढ़ने वाले और जो है इस प्रकार नदी के किनारे लगाया गया उस वृक्ष के समान उससे ही ऋतु में फलवंत होता है और उसके पत्ते कभी ना मुरझाते हैं. Praise the Lord. बाइबल में इस प्रकार लिखा है वो ऋतु में फल लाती है. Praise the और Lord. परमेश्वर के वचन में लिखा है कि ऋतु में फलवंत होता है. ഒരു പോയിന്റ് പറഞ്ഞു നിർത്താം. നമുക്ക് ഫലം കഴിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. और एक और पॉइंट बताकर समाप्त करना चाहूंगा कि हमें फलवंत होने के सबसे आसान तरीका. Praise the Lord. ഗോതമ്പ് മണി നിലത്ത് വീഴുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അത് വീണാലോ വളരെ ഫലം കായ്ക്കും. अगर गेहूं के दाने अगर नीचे ना गिरे तो वो जिस रीति में उसी अवस्था में होगा. अगर वो गिर जाए तो जरूर वो जो फलवंत होगा. Praise the Lord. ആ നിലത്ത് വീഴുക എന്നത് നമ്മുടെ ആത്മസമർപ്പണത്തെയാണ് കാണിക്കുന്നത്. और गेहूं का दाना उस जमीन पर गिरना उसका मतलब है कि हमारे आत्मा की समर्पण को दिखाते हैं. Praise the Lord. സുഹൃത്തേ, നമ്മുടെ കയ്യിൽ ഒരു ബോറി Praise the Lord സ്വന്തം ഗേഹു ഉണ്ടെന്നിരിക്കട്ടെ, അത് ആർക്കും പാലിന് പ്രയോജനമല്ല. അതെന്താണ്? ആ നിലത്തോട്ടൊന്ന് ഇട്ട് നോക്കിക്കേ, ആയിരങ്ങൾക്ക് പ്രയോജനമാകുവാൻ Praise the Lord അത് ഫലമുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. प्रियो समझ लो कि हमारे हाथों में एक मुट्ठी गेहूं है. अगर वो हमारे मुट्ठी में रह जाए तो किसी के लिए कोई काम का नहीं है, बल्कि वो जमीन में गिर जाए खेत में गिर जाए तो जरूर वो हजारों के लिए पेट भरने का कारण Praise बनेगा. the Lord. ചിലപ്പോൾ ഒരു മുട്ടി Praise the Lord ഗേഹു മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിലും Praise the Lord ദൈവമേ അത് നിലത്തോട്ടൊന്ന് ഇട്ട് കളയാൻ, നിലത്തോട്ടൊന്ന് വിട്ടുകൊടുക്കാൻ ഇന്നു പകലിൽ എത്ര പേര് തയ്യാറുണ്ട്? चाहे आपके हाथ में केवल एक मुट्ठी गेहूं है उसे जरा जमीन की ओर देने के लिए जमीन की ओर डालने के लिए कितने लोग तैयार हैं. Praise God. ഇന്ന് പലരും എന്ത് ചെയ്യാൻ അപ്പനെ പാസ് നമ്മൾ ഫലം കായ്ച്ചില്ലേലും വേണ്ടുകയില്ല. Praise the Lord. ഒന്നും ദൈവനാമത്തിന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറല്ല. और आजकल की लोगों की मनोभावना इस प्रकार है, चाहे हम फलवंत हो ना हो तो भी चलेगा, हम परमेश्वर के लिए कुछ समर्पण करने के लिए Praise the तैयार Lord. हैं. ഇന്നലെ കർത്താവ് ദാസൻ പറഞ്ഞ 5 വിധ സമർപ്പണങ്ങളുണ്ട്. അത് പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല. और कल जो है परमेश्वर के दास ने जो बताया गया 5 प्रकार की समर्पण है उसे बताने के लिए Praise the Lord. അദ്ദേഹം പറഞ്ഞു surrender your secret life. और उन्होंने बताया कि आपकी गुप्त जीवन को समर्पण करना है. Praise the Lord. Surrender your Praise the Lord ambitions. और आपकी जो इस प्रकार की जीवन की स्वप्न को जरा समर्पण करना है. Praise the Lord. Surrender your surroundings. और आपकी जो है चारों ओर की बातों को आपकी जीवन की वातावरण को परमेश्वर के हाथों में समर्पित करना Praise the है. Lord. हमारे दोस्तों के साथ हमारा जो Praise the Lord अगल बगल हमारा Praise the Lord നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണ്. और हमारे मित्रपन और हमारी जो है हर प्रकार की जो है मित्रता को संस्कृति को समर्पण करना है. Surrender your digital world. और चौथा ये बताया कि हमारे जो है डिजिटल दुनिया में तो मोबाइल इन तमाम बातों को समर्पण करना है. അദ്ദേഹം പറഞ്ഞു ആ മൊബൈലിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വേറൊരാളെ കാണാൻ ഏൽപ്പിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ? और उसके बाद उन्होंने एक सवाल किया कि हम जो इस्तेमाल करने वाले मोबाइल फोन क्या किसी और के हाथ में देने के लिए क्या हमें हिम्मत है? Praise the Lord. Surrender. ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന ഒരു ടോട്ടൽ സറണ്ടർ. और परमेश्वर हमारे जीवन से केवल यही चाहते हैं कि हम जीवन की हर क्षेत्र में हम अपने आप को समर्पण करें. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് ഫലം കായ്ക്കണം എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു നിർത്തട്ടെ. और हम प्रभु के लिए क्यों फलवंत होना है एक और बात बताकर समाप्त करना. ദൈവം അതിനെ നമ്മെ തെരഞ്ഞെടുത്തു. और परमेश्वर ने उसलिए हमें चुना है. കർത്താവ് നമ്മിൽ ഫലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. और प्रभु हमारे अंदर फल को ढूंढ रहा ഓ है. ആത്മീക വർദ്ധനവിന് വേണ്ടി और एक आत्मिक बढ़ोतरी के लिए നമ്മൾ ഫലം കായ്ക്കണം. हम फलवंत होना. എങ്ങനെ നമുക്ക് ഫലം കായ്ക്കാം? और किस प्रकार हम फलवंत हो पाएंगे? Praise the Lord. സ്തോത്രം. അവന്റെ വചനം രാപ്പകൽ ധ്യാനിച്ചാൽ നമുക്ക് ഫലം കായ്ക്കാം. और उसके वचन दिन रात अगर हम ध्यान करें मनन करें तो जरूर Praise the हम Lord. फलवंत हो पाएंगे. കേവലം വായിക്കുന്നവരെ കുറിച്ചല്ല, ആ വായിക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് और പറഞ്ഞത്. केवल परमेश्वर की वचन पढ़ना ही नहीं बल्कि उस पढ़ा हुआ वचन के अनुसार जीवन बिताने वाले लोगों के बारे में Praise the बताया. Lord. കൊമ്പ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നാം അവനിൽ വസിച്ചാൽ അവനായി നമുക്ക് ഫലം കായ്ക്കാം. और जब तक दाखलता जो है अपनी डाली से जुड़ा हुआ है उस प्रकार हम भी प्रभु के साथ जुड़े रहे तो जरूर हम फलवंत हो पाएंगे. Praise the Lord. നാം അതുപോലെ തന്നെ ഗോതമ്പ് നിലത്ത് വീണ ചത്ത് സ്വത്രം പുതിയ ഫലം തരുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ और കഴിയും. इस प्रकार गेहूं के दाने जमीन पर गिरकर वे समाप्त होते हुए एक नए फल को ले आते हैं, उसी प्रकार हम भी समर्पण की मनोभावना के साथ रहकर अपने आप को प्रभु के उपस्थिति में समर्पण करें तो जरूर हम भी फलवंत हो पाएंगे. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ एक और बार हम प्रभु के हाथों में समर्पित ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു. खुदा हम अपने आप को समर्पित करते हैं. വരും ദിവസങ്ങളിൽ കൂടുതൽ ഫലം കായ്ച്ചത് ദൈവമേ നിന്റെ നാമത്തിനെ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. आने वाले दिनों में अधिक फलवंत होते हुए प्रभु आपके नाम के विस्तार के लिए जो हमें इस्तेमाल करें. യേശു മसीह के नाम से. यीशु मसीह के नाम से आमीन.